CPIM മുതിർന്ന നേതാവ് AK ബാലനൊപ്പമാണ് നമ്മളിപ്പോൾ. ഇന്നലെ പുതിയുഗ യാത്ര UDF-ന്റെ ജാഥ തുടങ്ങുമ്പോൾ മുമ്പോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് വീണ്ടും ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അവരുടെ മതരാഷ്ട്രീയം ഉപേക്ഷിച്ചു എന്നാണ് സതീശൻ പറയുന്നത്. ഇതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത്? UDF-ന്റെ രാഷ്ട്രീയ അടിത്തറ പരിപൂർണമായും തകർന്നിരിക്കുകയാണ്. ഇനി കേരളത്തിലെ ജനതയോട്, മതനിരപേക്ഷ മലയാളിയോട് ഒരു വോട്ടിന് പോലും ചോദിക്കാൻ അവർക്ക് സാധിക്കില്ല. കാര്യം ഇന്ന് സമസ്തയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പറഞ്ഞിരിക്കുകയാണ്, ജമാഅത്തെ എന്ന് പറയുന്നത് യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, തെറ്റായ വഴിയിൽ ചിന്തിപ്പിക്കുന്നതാണ്, മതരാഷ്ട്രമാണ് അവരുടെ ലക്ഷ്യം. ഇന്ത്യ രാജ്യം ഒരു ഇസ്ലാം റിപ്പബ്ലിക്കാകണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് ഒരു രൂപത്തിലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന ശക്തമായ തീരുമാനം ഈ ഒറ്റ പ്രശ്നത്തിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാടെന്താണെന്ന് വ്യക്തമാക്കണം ഇനിയെങ്കിലും. കാരണം മുസ്ലിം ലീഗിനോട് നല്ല ആത്മബന്ധമുള്ളതാണ് EK സമസ്ത. അതിശക്തമായ ഭാഷയിൽ പ്രതികരിച്ച സാഹചര്യത്തിൽ എന്താണ് ലീഗിൻ്റെ നിലപാട്? ലീഗിൻ്റെ പഴയ നിലപാട് എന്തഭിപ്രായ വ്യത്യാസം ലീഗിനോടുണ്ടെങ്കിലും അതൊരു മതനിരപേക്ഷ മതപ്പാർട്ടിയായിരുന്നു, മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പാർട്ടിയാണ്. മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശയത്തിന് ശക്തമായ അടിത്തറ മതന്യൂനപക്ഷത്തിൽ വ്യാപിപ്പിക്കുന്നതിൽ ശക്തമായ നിലപാടെടുത്ത ആ പാർട്ടി ഇന്ന് അകപ്പെട്ടിട്ടുള്ള ഏറ്റവും ദയനീയമായ അവസ്ഥയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ജമാഅത്തെ എതിർക്കുന്നത് മുസ്ലിമിനെ എതിർക്കുന്നു എന്ന രൂപത്തിലേക്ക് എത്തരുത്. കാരണം അത് മുസ്ലിം ജനവിഭാഗത്തിൻ്റെ 1% താഴെ അംഗീകാരം മാത്രമേ ഉള്ളൂ. അവരുയർത്തുന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരാണ്, ജനാധിപത്യത്തിനെതിരാണ്, ദേശീയതക്കെതിരാണ്, മതനിരപേക്ഷതക്കെതിരാണ്. അതിൽ നിന്ന് ഞങ്ങൾ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ പറ്റുമോ കോടതിയിൽ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. രാഷ്ട്രീയമായി ഇതുപോലെ അധപ്പതിച്ച ഒരു കാലഘട്ടമില്ല. 2 ശത്രുക്കളാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിലുള്ളത്. ഒന്ന് RSS സംഘപരിവാർ ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്ന NDA, 2 ജമായത്തെ സഹായിക്കുന്ന പിന്തുണക്കുന്ന UDF. പക്ഷേ ഈ മൗദൂദി മതരാഷ്ട്രവാദ സങ്കല്പം ഉയർത്തിവെക്കുന്ന കാലത്ത് തന്നെ LDF ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. ദേശാഭിമാനിയുടെ മുഖപ്രസംഗം അടക്കമുള്ള കാര്യങ്ങളാണ് UDF മറ്റും ചൂണ്ടിക്കാണി. അപ്പോൾ LDF പിന്തുണച്ചാൽ അവർ നന്മയും, അല്ലെങ്കിൽ മറ്റ് UDF-ന് പിന്തുണ കൊടുത്താൽ മതരാഷ്ട്രവാദവുമാകുന്നത് എങ്ങനെയാണെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ അടക്കമുള്ള ആളുകൾ നേരത്തെ പ്രതികരിച്ചിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്ക് അവർ വോട്ട് തന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത അതിശക്തമായ സാമ്രാജ്യത്വ വിരുദ്ധ വികാരം ആളിക്കത്തുന്ന ഘട്ടത്തിലും ഇവരെ നിരോധിച്ച കാലഘട്ടത്തിലും ബാബറി മസ്ജിദ് പ്രശ്നം, അതുപോലെ തന്നെ ഇറാൻ ഇറാഖ് പ്രശ്നം, ഇത്തരം സർവ്വദേശീയ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ അവർ ഞങ്ങൾക്കനുകൂലമായി വോട്ട് തന്നിട്ടുണ്ട്. അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. വോട്ട് തന്നതും ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മുന്നണി ഉണ്ടാക്കുന്നു, ആ പ്രസ്ഥാനത്തിന് അവർ അടിസ്ഥാനപരമായി സ്വീകരിച്ച നയത്തിന് ഇപ്പോൾ എന്താണ് തെറ്റ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലഘട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് RSS പങ്കാളിയായ ജനതാ പാർട്ടിയുമായി നീക്കുപോക്കിയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇനിയും ഒരു ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥക്കും മതനിരപേക്ഷതക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കുമെതിരായ വെല്ലുവിളി രൂപപ്പെടുന്ന സമയത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ജനകീയ പ്രസ്ഥാനവും ജനകീയ പ്രക്ഷോഭവും തെരഞ്ഞെടുപ്പിലെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും. രാഷ്ട്രീയ സാഹചര്യമാണ് പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണേണ്ടത്. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടും പൊതു രാഷ്ട്രീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും ആണ് AK ബാലൻ നിലപാട് വ്യക്തമാക്കിയത്. കേരളത്തിൽ വീണ്ടും LDF-ന്റെ 3ാം സർക്കാർ അധികാരത്തിൽ വരുമെന്ന ഉറച്ച വിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. സന്തോഷ് ചേകർക്കൊപ്പം R. ശ്രീജിത്ത്, 24.